മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ.വി. തോമസ്. ഉദ്ദണ്ഡശാസ്ത്രികളെ തർക്കത്തിൽ തോൽപ്പിക്കുമ്പോൾ കാക്കശ്ശേരി ഭട്ടതിരിക്ക് 12 വയസ്സേ ആയിരുന്നുള്ളൂ. തർക്കസ്ഥലത്തേക്ക് വീരവാദം മുഴക്കി കടന്നുവന്ന പയ്യനായ കാക്കശ്ശേരിയെ കണ്ടപ്പോൾ ഉദ്ദണ്ഡശാസ്ത്രികൾ പറഞ്ഞു, ആകാരോ ഹ്രസ്വ. ആകാരമെന്നാൽ ആകൃതി, ആളിത്തിരിയേ ഉള്ളൂ എന്ന് പരിഹാസം, ഒരുതരം ബോഡി ഷെയ്മിങ്. കാക്കശ്ശേരി വിടുമോ? ഉടൻ തിരിച്ചടിച്ചു, നഹി നഹി ആകാരോ ദീർഘ അകാരോ ഹ്രസ്വ. അല്ലല്ല, ആകാരം ദീർഘമാണ്, അകാരമാണ് ഹ്രസ്വം. ആകാരത്തിന് ആ എന്ന ശബ്ദം എന്നും അർത്ഥമുണ്ടല്ലോ. ചുരുക്കത്തിൽ താങ്കളെ ആരാണ് വ്യാകരണം പഠിപ്പിച്ചത് എന്നായിരുന്നു കാക്കശ്ശേരിയുടെ ഉത്തരത്തിൻ്റെ വ്യംഗ്യം. ഉദ്ദണ്ഡശാസ്ത്രികളെ കുഴക്കിയ ആകാരം സംസ്കൃതത്തിലെ ഒരു പൂർവ്വസർഗം ആണ്. ഉപസർഗങ്ങളും പൂർവ്വസർഗങ്ങളും അർത്ഥത്തെ മാറ്റിക്കൊണ്ടു പോകുന്നത് എങ്ങനെയെന്ന് ഭാഷ കൈകാര്യം ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യം ആകാരത്തിൻ്റെ കാര്യമെടുക്കാം. വിപരീതാർത്ഥം സൂചിപ്പിക്കാൻ ആ ചേർക്കാറുണ്ട്. ഗമിക്കുക എന്നാൽ പോവുക എന്നാണ്. ആദ്യം ആ ചേർത്താൽ ആഗമിക്കുക അഥവാ വരിക എന്നർത്ഥം കിട്ടും. അതുപോലെ നയിക്കുക എന്നാൽ കൊണ്ടുപോവുക എന്നാണ് അർത്ഥം. ആ ചേർത്താൽ ആനയിക്കുക അഥവാ കൊണ്ടുവരിക എന്നർത്ഥം കിട്ടും. ദാനം കൊടുക്കലാണ്. ആദ്യം ആ ചേർത്താൽ ആദാനമാകും, അർത്ഥം സ്വീകരിക്കൽ. മറ്റൊരു അർത്ഥം വരെ എന്നർത്ഥം കൊടുക്കാൻ ആ ചേർക്കാറുണ്ട്. ആ മരണം, മരണം വരെ, ഉൾപ്പെടെ, മുതൽ വരെ എന്നീ അർത്ഥങ്ങൾ സൃഷ്ടിക്കാൻ ആ ചേർക്കാറുണ്ട്. ആബാലവൃദ്ധം, ബാലന്മാരും വൃദ്ധന്മാരും ഉൾപ്പെടെ. ആ സേതു ഹിമാചലം, സേതു മുതൽ ഹിമാലയം വരെ. ആപാദചൂടം, പാദം തൊട്ട് ചൂട വരെ അഥവാ അടി തൊട്ട് മുടി വരെ. ഇനി അല്പമെന്ന അർത്ഥത്തിൽ ആ വരാറുണ്ട്. ആ നീലം, ഇളം നീല നിറമുള്ള. ആ രക്തം, അല്പം രക്തനിറമുള്ള. ആ പീതം, ഇളം മഞ്ഞ നിറമുള്ള. ചുറ്റുമെന്ന അർത്ഥത്തിലും ആ ചേർക്കാറുണ്ട്. ആകാശം, ചുറ്റും ശോഭിക്കുന്ന എന്നർത്ഥം. ആച്ഛാദനം, ചുറ്റും മൂടുക. ആശ്ലേഷം, കെട്ടിപ്പിടിക്കുക. ഉപസർഗങ്ങൾ മേൽക്കുമേൽ ചേർത്ത് അർത്ഥഭേദം വരുത്തുന്ന രീതി സംസ്കൃതത്തിൽ സാധാരണമാണ്. ഉദാഹരണത്തിന് ഹരിക്കുക എന്നർത്ഥമുള്ള ഹൃ എന്ന ധാതുവിന് വരുന്ന അർത്ഥഭേദങ്ങൾ ശ്രദ്ധിക്കുക. ഹൃ, ഹരിക്കുക, എടുക്കുക. ഹാരം, എടുക്കൽ. ഉപഹാരം, സമ്മാനം. സമാഹാരം, കൂട്ടിച്ചേർക്കൽ. വിഹാരം, വിനോദിക്കൽ. സംഹാരം, വധം, നശിപ്പിക്കൽ എന്നൊക്കെ അർത്ഥം. ആഹാരം, ഭക്ഷണം. പ്രത്യാഹാരം, പിൻവലിക്കൽ. വ്യവഹാരം, പ്രവർത്തനം. ഇവിടെ സം, ഉപ, ആ, പ്രതി, വി തുടങ്ങിയ ഉപസർഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, സംഹാരം നശിപ്പിക്കൽ ആകുമ്പോൾ ഋതുസംഹാരം എന്നാൽ ഋതുക്കളെ നശിപ്പിക്കൽ എന്നാണോ അർത്ഥം? സംഹാരത്തിന് സമാഹാരം എന്നും അർത്ഥമുണ്ട്. ഋതുസംഹാരം എന്നാൽ ഋതുക്കളുടെ കൂട്ടം എന്നർത്ഥം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.